എല്ലാവർക്കും ഡയഗ് ടൂൾസിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഒന്ന് ഞാൻ വന്നേക്കുന്നത് ഡയഗ് ടൂൾസിന്റെ ഒരു ചെറിയൊരു ഡിവൈസ് ഉണ്ട്. ഈ ഡിവൈസ് നിങ്ങളായിട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മളൊരു ഡിവൈസിന്റെ പേര് വരുന്നത് ഇമ്മോ ഡിക്റ്റേറ്റർ എന്നാണ്. നമുക്കറിയാം, നിങ്ങളൊരു വാഹനത്തിന്റെ ഇലക്ട്രീഷ്യൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ലാമ്പ് വേണം, അല്ലെങ്കിൽ നമ്മൾ ചെക്ക് ലാമ്പ് എന്നൊക്കെ പറയും. ഒരു ടെസ്റ്റ് ലാമ്പ് നമ്മളെ ഫ്യൂസ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട്, അല്ലെങ്കിൽ അവിടെ ഒരു സപ്ലൈ, ഒരു നെഗറ്റീവ് സപ്ലൈ, ഒരു പോസിറ്റീവ് സപ്ലൈ, ഇതൊക്കെ വരുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാനായിട്ട് നമ്മൾ ഒരു ചെറിയൊരു സിസ്റ്റം എന്ന ഭയങ്കര വലിയ ഫങ്ഷൻസ്, ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നമുക്കൊരു ടെസ്റ്റ് ലാമ്പ് കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, ഒരു വെഹിക്കിൾ ഇൻസ്പെക്ട് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ടെസ്റ്റ് ലാമ്പ് ഇല്ലെങ്കിലോ നമ്മുടെ വർക്ക് വളരെ ദുഷ്കരമായിരിക്കും, അല്ലെ? അപ്പൊ ഇതെല്ലാം നമ്മളൊരു നോർമൽ ഇലക്ട്രീഷ്യന്മാരാണ് ഈ കാര്യത്തിൽ കൂടുതലും ഈ ഒരു ടെസ്റ്റേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്നത്. എന്നാൽ നമ്മൾ കീ പ്രോഗ്രാമിംഗ് ചെയ്യുന്ന ആളുകൾ, വെഹിക്കിൾ ഡീപ്പ് ഡയഗ്നോസിക്സ് ചെയ്യുന്ന ആളുകൾ, അത്തരത്തിലുള്ള ഇലക്ട്രീഷ്യന്മാർക്ക് നെക്സ്റ്റ് ലെവൽ അപ്ഡേറ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു ടെസ്റ്റർ ആയിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. അതിന്റെ പേരാണ് ഡയഗ് ടൂൾസിന്റെ ഇമ്മോ ഡിക്റ്റേറ്റർ. ഇതിന്റെ പേരിൽ സൂചിപ്പിക്കുന്ന പോലെ തന്നെ ഈ ഒരു ടെസ്റ്റർ, ഈ ഇമ്മോ ഡിക്റ്റേറ്റർ നമ്മൾ യൂസ് ചെയ്യുന്നത് ഇമ്മൊബിലൈസർ റിലേറ്റഡ് ഫങ്ഷൻസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ഈ ഒരു ടൂളിന് 5 ഫങ്ഷൻസ് ആണ് വരുന്നത്. ഒന്നാമത്തെ ഫങ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഒരു വാഹനത്തിന്റെ ഇമ്മൊബിലൈസറിന്റെ സിസ്റ്റം അത് വർക്കിംഗ് ആണോ അല്ലയോ എന്നറിയാനായിട്ട് എന്ത് ചെയ്യും സാധിക്കും. നമ്മൾ ജസ്റ്റ് ഏതൊരു ഇഗ്നീഷൻ കീ ആണെങ്കിൽ ആ ഇഗ്നീഷൻ കീയിൽ പ്ലേസ് ചെയ്യുന്നു, നമ്മൾ താക്കോൽ ഇൻസേർട്ട് ചെയ്യുന്നു, ഇഗ്നീഷൻ ഓൺ ആക്കുന്നു. ഓക്കെ, ഒന്നാമത്തെ കേസ്. അങ്ങനെ ഓൺ ആക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു ടെസ്റ്ററിന്റെ അടുത്ത് ആകെ വരുന്നത് ഒരു LED ആണ്. ഓക്കെ, ഒരു റെഡ് LED. ഈ LED ബ്ലിങ്കിങ്, അതിന്റെ ബ്രൈറ്റ്നസ്, ഈ 2 കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ ഈ ഒരു LED ബ്ലിങ്ക് ആകുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമ്മൊബിലൈസർ സിസ്റ്റം വേക്കപ്പ് ആണ്, അത് വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പൊ നമുക്കൊരു ഇമ്മൊബിലൈസർ വർക്കിംഗ് ആണോ അല്ലയോ എന്ന് പറയാനായിട്ട് വണ്ടിയുടെ ആ ഒരു സ്ഥലത്തെ കവർ അഴിക്കുകയോ അതിന്റെ പവർ ടെസ്റ്റ് ചെയ്യുകയോ കാരണമൊന്നും ചെയ്യേണ്ടതായിട്ട് വന്നില്ല. ജസ്റ്റ് നമ്മൾ റിങ് പ്ലേസ് ചെയ്യുന്നു, ഇഗ്നിഷൻ ഓൺ ആക്കുന്നു. ഓക്കെ, രണ്ടാമത്തെ കേസ്. നമ്മൾ അറിയാം, ഈ പഴയ വാഹനങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പഴയ നമുക്ക് മഹീന്ദ്ര ബൊലേറോ പിക്കപ്പ്, പാസഞ്ചർ, ഫിയറ്റ് പുണ്ടോ, ലിനിയോ, അതായത് 2014 താഴത്തേക്കുള്ള വെഹിക്കിളൊക്കെ നോക്കുകയാണെങ്കിൽ ഈ സമയത്ത് അതിന് കൂടുതലായിട്ടും കണ്ടുവരുന്ന ഒരു കംപ്ലൈന്റ് ആണ് ഇമ്മൊബിലൈസർ ഡാമേജ് ആകുന്നത്. അപ്പൊ അങ്ങനെ ഇമ്മൊബിലൈസർ ഡാമേജ് ആകുന്ന സമയത്ത് നമ്മൾ നോക്കി കഴിഞ്ഞാൽ അതിന്റെ ആ ഒരു ബോർഡിന്റെ സ്ട്രെങ്ത് ആണ് പോകുന്നത്. അതിന് ആ ഒരു കീയുമായി ഡിക്റ്റേഷൻ ചെയ്യാനുള്ള പവർ ലോസ് ആണ് ചെയ്യുന്നത്. ആ സമയത്ത് നമ്മൾ ഇമ്മോ ഡിക്റ്റേറ്റർ നമ്മുടെ ആ ഒരു ഇഗ്നിഷൻ കോയിലിനോട് ചേർത്ത് പിടിച്ചിട്ട് കീ ഓൺ ആക്കുന്ന സമയത്ത് ഈ കാണുന്ന LED ബ്രൈറ്റ്നസ്, അതായത് അതിന്റെ തെളിച്ചം, പ്രകാശം, തീവ്രത വളരെ കുറഞ്ഞായിട്ടാണ് നിങ്ങൾ കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഇമ്മൊബിലൈസർ വീക്ക് ആണ് എന്നുള്ളതാണ്. അതേസമയം ബ്രൈറ്റ്നസ് നല്ല പ്രകാശത്തിലാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഇമ്മൊബിലൈസർ സിസ്റ്റം അപ്പാണ് എന്നുള്ളതാണ്. ഓക്കെ, 2 കാര്യങ്ങളായി. ഇനി മൂന്നാമത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്ന കീ ഈ വാഹനവുമായി രജിസ്ട്രേഡ് ആണോ അല്ലയോ എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അതായത് നിങ്ങൾ ഇൻസേർട്ട് ചെയ്തിട്ട് ഇഗ്നിഷൻ ഓൺ ആക്കുന്ന സമയത്ത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ലൈറ്റ് ബീപ്പാണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ കീ രജിസ്റ്റേർഡ് ആണെന്നും, അതേസമയം നിങ്ങൾ ഇഗ്നിഷൻ ഓൺ ആക്കുന്ന സമയത്ത് വളരെ ലോങ് ആയിട്ടുള്ള ഒരു ബ്ലിങ്കിങ് ആണ് ഇതിൽ നിന്ന് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കീ അൺരജിസ്റ്റേർഡും ആണെന്നാണ് അർത്ഥമാക്കുന്നത്. ഓക്കെ, അപ്പൊ ചിലപ്പോൾ പഴയ കീ ആയിരിക്കാം, ചിലപ്പോൾ കീയുടെ അകത്ത് ചിപ്പ് ഡാമേജ് ആയിട്ടുണ്ടാവും. ഇതെല്ലാം നമുക്ക് എക്സ്റ്റേണൽ ഡിവൈസ് ഇല്ലാതെ ഇതിന്റെ ബ്ലിങ്കിങ് നോക്കിക്കൊണ്ട് മാത്രമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ ടോട്ടലി 3 കാര്യങ്ങളാണ് പറഞ്ഞത്. ഇനി നാലാമത്തെ ഫംഗ്ഷൻ, നമുക്കിത് ഇഗ്നീഷൻ കീയിലും മാത്രമല്ല പുഷ് ബട്ടൺ വെഹിക്കിളും, അതേപോലെ തന്നെ പുഷ് ബട്ടൺ വെഹിക്കിളിന്റെ ഡോർ ഹാൻഡിൽ ആന്റിനകളിലെല്ലാം എന്ത് ചെയ്യും, ഈ ഡിക്റ്റേറ്റർ വർക്ക് ചെയ്യും. ഓക്കെ, നമ്മൾ ഈ ഒരു ഡോർ ഹാൻഡിലിനോട് ചേർത്ത് ഈ ഒരു ഡിക്റ്റേറ്റർ പിടിച്ചിട്ട് നമ്മൾ അതിനകത്ത് ഡോർ ഹാൻഡിലെ ബട്ടൺ, അത് കീലെസ് എൻട്രിയുടെ ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയം നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ആ ഒരു LED ഇൻഡിക്കേഷൻ കാണിക്കും. അപ്പൊ ആ LED ഇൻഡിക്കേഷൻ അർത്ഥം വഹിക്കുന്നത് ആ സിസ്റ്റം വർക്കിംഗ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ അത്തരത്തിൽ നമുക്കൊരു കീലെസ് എൻട്രി, അതായത് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്ന വെഹിക്കിളിന്റെയും അതിന്റെ ആന്റിനകളെല്ലാം തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിൽ ചെക്ക് ചെയ്യാനായിട്ട് എന്ത് ചെയ്യും സാധിക്കും. ഇപ്പൊ ചില സമയങ്ങളിൽ വെഹിക്കിൾ ഡെഡ് കണ്ടീഷൻ ആയിരിക്കും, നമ്മുടെ അടുത്ത് ചെല്ലുമ്പോൾ നമുക്കറിയില്ല ഈ മൊബൈൽ സിസ്റ്റം വേക്കപ്പ് ആണോ അല്ലേ എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യണം, സ്കാനർ കണക്ട് ചെയ്യണം, ഇമ്മോടെ അകത്ത് കയറണം, അതിന്റെ കീയുടെ സ്റ്റാറ്റസ് നോക്കണം. അങ്ങനെ ഒരുപാട് ഫംഗ്ഷൻസുകൾ നമ്മൾ കടന്നു പോകണം. അതേസമയം വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ വണ്ടിയുടെ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ എന്ത് ചെയ്യും, ഡിക്റ്റേറ്റർ അവിടെ പ്ലേസ് ചെയ്യുന്നു, ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുന്നു, നോക്കുമ്പോൾ ലൈറ്റ് ബ്ലിങ്ക് ആകുന്നുണ്ട്. അതിനർത്ഥം വണ്ടി ഓക്കെയാണ്, ഇമ്മോ സിസ്റ്റം ഓക്കെയാണ്. ലൈറ്റ് ബ്ലിങ്ക് ആകുന്നില്ല, മേ ബി എലി കയറിയിട്ട് വയർ കട്ട് ഉണ്ടാവും, അല്ലെങ്കിൽ മൊഡ്യൂൾ വാട്ടർ ഡാമേജ് ആയിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഫെയിലിയർ ഉണ്ടാവും. അപ്പൊ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജസ്റ്റ് ഡോർ ഹാൻഡിൽ പ്ലേസിൽ ഇത് പ്രസ് ചെയ്യുന്നതോടെ എന്ത് ചെയ്യാൻ പറ്റും, ആ സിസ്റ്റം വർക്കിംഗ് ആണോ അല്ലെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അറിയാനായിട്ട് സാധിക്കും. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ് 5ാമത്തെ ഫംഗ്ഷൻ. നിങ്ങളൊരു കീ പ്രോഗ്രാമർ ആണ്, നിങ്ങൾ വാഹനത്തിൽ കീ പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് എപ്പോഴെങ്കിലും നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ടാവും ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷൻ. അതായത് നമ്മൾ കീ പ്രോഗ്രാമിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിനകത്ത് നമുക്കൊരു ഫോൾട്ട് കോഡ് കാണിക്കും, ഈ സ്കാനറിന്റെ അകത്ത് കണ്ടീഷൻ നോട്ട് മെറ്റ് എന്ന് പറഞ്ഞിട്ട്, അതായത് എല്ലാ സ്റ്റെപ്സും കഴിഞ്ഞിട്ട് ലാസ്റ്റത്തെ സ്റ്റെപ്പിൽ കീ രജിസ്റ്റേർഡ് ആവുന്നതിന് പകരമായിട്ട് എന്ത് കാണിക്കും, കണ്ടീഷൻ നോട്ട് മെറ്റ് എന്ന് പറഞ്ഞിട്ട് ഫോൾട്ട് കാണിക്കും. അങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മുടെ കയ്യിലിരിക്കുന്ന കീ, നമ്മൾ ഇൻസേർട്ട് ചെയ്തിരുന്ന കീയുടെ അകത്ത് പ്രോബ്ലം ആണോ, അത് വെഹിക്കിളിന്റെ പ്രോബ്ലം ആണോ എന്ന് പറയാനായിട്ട് നമുക്ക് ഒരേ ഒരു വഴിയുള്ളൂ,
അത് നമ്മുടെ ടെസ്റ്റർ മാത്രമാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു പ്രോഗ്രാമിംഗ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ ഇഗ്നീഷൻ്റെ അകത്തേക്ക് ഈ ഒരു ആൻഡ്രോയിഡ് അകത്തേക്ക് പുഷ് ബട്ടൺ ആണെങ്കിൽ ആൻഡ്രോയിഡ് അകത്തേക്ക് ചേർത്ത് പിടിക്കുക, നിങ്ങൾ പ്രോഗ്രാമിംഗ് ചെയ്യുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ലാസ്റ്റ് സ്റ്റെപ്പിനകത്ത് ഇതിന്റെ ഇൻഡിക്കേഷൻ ബ്ലിങ്ക് ആയിട്ടാണ് നിങ്ങൾക്ക് കണ്ടീഷൻ നോട്ട് മെറ്റ് വരുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പ്ലേസ് ചെയ്തേക്കുന്ന കീ, അതായത് ചിപ്പോ അല്ലെങ്കിൽ സ്മാർട്ട് കീയോ അത് ഫെയിലാണ്, ചിലപ്പോൾ റോങ് ആയിട്ട് ജനറേറ്റ് ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ റോങ് ട്രാൻസ്പോണ്ടർ ആയിരിക്കാം യൂസ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ഒരു ഫെയിലർ ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതേസമയം ബ്ലിങ്ക് ആകാതെയാണ് നിങ്ങൾക്ക് ഫെയിലിയർ മെസ്സേജ്, കണ്ടീഷൻ നോട്ട് മെസ്സേജ് വരുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാഹനത്തിന്റെ അകത്താണ് പ്രോബ്ലം. മേ ബി ഏതിൽ ആന്റിന റിലേറ്റഡ് ഫോൾട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ സ്റ്റിയറിംഗ് ലോക്ക് റിലേറ്റഡ് ഫോൾട്ടുകൾ ഉണ്ടാവും, അല്ലെങ്കിൽ പിൻ കോഡ് ഇൻകറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രോഗ്രാമർ റിലേറ്റഡ് എന്തെങ്കിലും എറർ ഈ വെഹിക്കിളിനകത്ത് ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഡയഗ്നോസിക്സുമായി ബന്ധപ്പെട്ടിട്ട് ഇമ്മോ റിലേറ്റഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരു ഡയഗ്നോസിക്സിനും വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഡിക്റ്റേറ്റർ ആണ് ഇമ്മോ ഡിക്റ്റേറ്റർ. ഓക്കെ, അപ്പൊ ഈ ഒരു ടൂള് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. നമ്മളാണ് ഇതിന്റെ ഓൺ മാനുഫാക്ചർ ആയിട്ട് വരുന്നത്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ഡയഗ് ടൂൾസ്.